എൻ്റെ തമ്പുരാനെ, എത്ര ആൾക്കാരാണ് ചെറിയ ചെറിയ പ്രായത്തിൽ മരിച്ചു പോയേക്കണത്. 78 വയസ്സ്, 84 വയസ്സ്, 69 വയസ്സ്. എൻ്റെ ദൈവമേ, ചെറിയ പ്രായത്തിലൊക്കെ മരിക്കാന്ന് വെച്ചാൽ എന്തൊരു വലിയ വിഷമമായിരിക്കും അല്ലേ. അല്ല, ഇവളിന്ന് മുറ്റടിച്ചു വരണ കണ്ടില്ലല്ല. 10 മണി കഴിഞ്ഞ് ഇനി എപ്പടിച്ചു വരാനാണ്? എന്താണെന്ന് നോക്കണേ. പണ്ടൊക്കെ ഞങ്ങളെ തറവാട്ടിലെ ആദ്യം എഴുന്നേറ്റാ ചെയ്യണ മുറ്റടിക്കലാണ്. അതിന് ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊക്കെ ഫാഷനായി പോയല്ല. എൻ്റെ ദൈവമേ, കണ്ടില്ലേ 10 മണി കഴിഞ്ഞ് എന്നിട്ടും മുറ്റടിച്ചു വരിയിട്ടില്ല. ഓ, കലികാലം അല്ലാണ്ട് എന്ത് പറയാൻ. അന്നൊക്കെ പെട്ടി നോക്കി 10 മണിയാവുമ്പോ സ്കൂളിലോട്ട് പോയാൽ മതി. ഇപ്പൊ അങ്ങനെയല്ല. 7 ആവുമ്പോ മോന്റെ വണ്ടി വരും, 8 മണിയാവുമ്പോ മോളുടെ വരും. അത് കഴിഞ്ഞ് കഴിയുമ്പോ 9 മണിയാവുമ്പോ ചേട്ടന് പോണം. പിന്നെ എവിടെ നിന്നാണ് സമയം? അപ്പൊ അടിച്ചു വരാനൊക്കെ ഇത്തിരി വൈകും. ഓ, എന്ത് പറഞ്ഞാലും മറുപടി ഉണ്ട്, അതിനൊരു കുറവില്ല. മഴക്കാരുണ്ട്. ഇന്നലെ ഒടുക്കാത്ത മഴയായിരുന്നു തോന്നണം. ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ആയടി രമണി, എന്തേച്ചി? എന്തുണ്ട്? ഓ, അങ്ങനെ പോണ്. ഇന്നലത്തെ മഴയത്ത് കപ്പം കൊടിഞ്ഞു വീണ. വലിയ ഒച്ച കേട്ടല്ലേ അവിടെ? വീണ് 5-6 കപ്പം കിട്ടുമെങ്കിൽ ഇങ്ങോട്ടൊന്നേക്ക്. ഉച്ചക്ക് വലത്താനൊന്നുമില്ല. അതിനെന്താ ചേച്ചി എത്ര മൂന്നൊച്ച എടുത്തുണ്ട് പോയിക്കോ. പേരൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ടല്ലോ. മൂക്കുമ്പോ ഞങ്ങക്ക് എന്താ? ഈ പ്രാവശ്യം കായ്ബലുണ്ട്. എടി രമണി, കുടുംബശ്രീക്ക് വരുവോ? എടി, ആ സുമതിയുടെ മൂക്ക് എന്തോ പരിപാടി ഉണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നല്ല. ആ ഓട്ടോറിക്ഷക്കാരനായിട്ട് അവിടെ നിന്ന് വർത്താനം പാണുണ്ടെന്ന് മോൻ വന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ആള് ശരിയല്ലട്ടാ. ഇത്ര ഉള്ള കുട്ടി നിക്കറും കയ്യില്ലാത്ത കഷം കാണുന്ന ഡ്രസ്സൊക്കെ ഇട്ട് നടക്കണ. ചുണ്ടത്ത് ചായം തേച്ചപ്പോ എനിക്കറിയായിരുന്നു അവള് നന്നാവൂലെന്ന്. ശരിയാണ്. എന്തായി? കോത്തക്കും. ഇപ്പൊ എന്തായി? ബാക്കി കുടുംബശ്രീക്ക് വരുമ്പോ പറയാം. ശരി. വൈകുന്നേരം പോകുമ്പോ എന്നെ വിളിക്കണോട്ടാ, അല്ലെങ്കിൽ ഒറ്റ കിടന്നോണ്ട്. എന്നിട്ട് ചെല്ലട്ടെ. പാൽക്കാരനെ കണ്ടിട്ട് 2 ദിവസം എല്ലാം ഇടണില്ല പാല്. എന്താന്നാവോ? 2 ദിവസം ഇവിടേക്ക് ഇടണില്ല അവൻ. ഈ പാലുകാരൻ എന്താന്നാവോ 2 ദിവസമായിട്ട് പാലിടാത്തത്? ഞാനോട് പറഞ്ഞാണല്ലോ പാലിടണം. മറ്റന്നാളല്ലേ നമ്മൾ പോണത്, പിന്നെ ഇപ്പഴേ ഇടാതിരിക്കുന്ന എന്താണ്? എവിടെ പോണ് രാവിലെ തന്നെ? മോളുടെ അടുത്ത് പോണ്. ഒളിച്ചോടി പോയ പെണ്ണിന്റെ വീട്ടില് പോക്കും വരവൊക്കെ ഉണ്ടപ്പാ. എടാ സുധാകര, തെങ്ങ് കയറാൻ വരുവോ? 2 ദിവസം കഴിയുമ്പോ വരുവോ? എന്റെ ദൈവമേ, കളക്ടറിനേക്കാൾ പവറാണ് ഇവന്മാർക്കൊക്കെ. തെങ്ങ് കയറാനും വിളിച്ചാലും വരൂല. ഓ, ഈ പാലുകാരനെ കാത്തുനിന്ന് ഒടുക്കത്തെ കൊതുകടിയും. പിന്നെ കാണില്ല. ഓ, കാക്കാത്തിയാ. രാവിലെയൊക്കെ തന്നെ ഇതിനെയൊക്കെ തന്നെയാണുള്ള കണി. ഇന്നത്തെ ദിവസം പോയി. എന്റെ ദൈവമേ. ഇതിനൊക്കെ കാണാത്ത പോലെ തിരിഞ്ഞു നിൽക്കാം. അമ്മ എന്താണ്? കൈ നോക്കി ലക്ഷണം പറയാമ്മ. ഓ, അതിനാണോ വായിലോട്ട് കയറി വരുന്നത്? എനിക്കൊന്നും അറിയണ്ട അമ്മ ഒരു ദാനശീലയാണ്. എല്ലാവർക്കും വാരിക്കോരി അങ്ങോട്ട് കൊടുക്കും. അതിപ്പോൾ പണമായാലും ഭക്ഷണമായാലും വസ്ത്രമായാലും എല്ലാം. അല്ലേ? ശരിയല്ലേ? അത് ശരിയാണ്. ഏറ്റിട്ടുണ്ട്. മനസ്സുകൊണ്ടേ ഒരു ദേവീ ചൈതന്യമാണ് അമ്മക്ക്. അതെല്ലാരും പറയാറുണ്ട്. ദേവി ചൈതന്യമാണ് എൻ്റെ മുഖത്തുനിന്ന്. ചെറുപ്പത്തിൽ ശരിക്കും ദേവിയുടെ പോലെ ഇരുന്നാണ്. നല്ല കണ്ണും വിടർന്ന കണ്ണും മൂക്കൊക്കെ. അയ്യോ, അപ്പൊ ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ ഇപ്പൊ എല്ലാം പോയി. വയസ്സായല്ല ദേവിയേ. പിന്നെ എന്തൊക്കെയാണ് മോൻ നോക്കി പറയാൻ പറ്റണേ? എൻ്റെ ഭാവി അറിയാൻ പറ്റുമോ? എനിക്ക് ലോട്ടറി അടിക്കൊന്നും ചാൻസ് ഉണ്ടാ? പിന്നെ ഈ പ്രാവശ്യം ചിട്ടി ആർക്ക് കിട്ടും? എൻ്റെ ഭർത്താവും മോനൊക്കെ എൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും സ്വർണം ഗിഫ്റ്റ് തരാൻ ചാൻസ് ഉണ്ടാ? പിന്നെ എൻ്റെ മരുമോളില്ലേ, അവളുടെ വീട്ടുകാരായിട്ട് തെറ്റാൻ സാധ്യതയുണ്ടാ? അമ്മ നിർത്തി ചോദിക്കമ്മ. അറ്റ്ലീസ്റ്റ് എല്ലാവരുടെയും മനസ്സിൽ പറയാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ കാക്കാത്തി? ഇത്ര ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലെങ്കിലും അവസാന ചോദ്യത്തിനൊരു മറുപടി ഉണ്ട്. ഒരു മാന്ത്രിക മോതിരം. മാന്ത്രിക മോതിരം? അതെന്നാ ചാനം? അമ്മ,
മറ്റുള്ളവരുടെ മനസ്സ് നമുക്ക് വായിക്കാൻ പറ്റും. ആ മോതിരമാണ് ഇത്. പിന്നെ അങ്ങനൊരു മോതിരേ? ആ, അങ്ങനൊരു മോതിരമുണ്ട്. കാക്കാത്തിയുടെ അപ്പനാണേ സത്യം. ആഹാ, എന്നാ മോതിരം എന്തിയെ? ഡേ, ഇതാണ് ആ മോതിരം. ഇതാ കണ്ടിട്ട് തോന്നണില്ലല്ലോ. ഇതേ ഒരു സാധാരണ മോതിരല്ലമ്മ. ഇതിട്ട് അത് മുമ്മ വച്ച് ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് വായിക്കാൻ നമുക്ക് പറ്റും. എനിക്കത്ര വിശ്വാസമൊന്നും ആയിട്ടില്ല. എന്നാലേ അമ്മ എന്തെങ്കിലും വിചാരിക്കും ഞാൻ ഇതിൽ വെച്ച് പറയാതെ. എന്നാ ഞാൻ വിചാരിക്കാം. ഈ കാക്കാത്തി പറയണത് നേരായിരിക്കുമോ? കാക്കാത്തി പറയണത് നേരാണോ എന്നല്ലേ ആലോചിച്ചത്? ശരിയാണല്ലോ. അതൊക്കെ ആർക്കും പറയാൻ പറ്റും. ഇത് തന്നെയാണ് ആലോചിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ വേറൊന്നും ആലോചിക്കാം. അത് പറ. ആലോചിക്കട്ടെ. ഇതും കൂടി പറയണത് ശരിയാണെങ്കിൽ ഈ കാക്കാത്തിയുടെ കയ്യിൽ നിന്ന് ഇത് എന്ത് വില കൊടുത്തും മേടിക്കണം. പറ പറ പറയട്ടെ. ഇത് ശരിയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ മോതിരം എന്ത് വില കൊടുത്തും മേടിക്കും എന്നല്ലേ ആലോചിച്ചത്? കറക്റ്റ് കറക്റ്റ്. ഇതെനിക്ക് വേണം. ഇതിന് എത്ര രൂപയാണ്? അത് 10,000 രൂപ അമ്മ. എൻ്റെ അമ്മേ, 10,000 രൂപേ? ഒരു 1,500 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, അങ്ങോട്ട് തരും. ഓ അമ്മ, 8,000 അതീ കുറയില്ല അമ്മ. നീ എന്നെങ്കിലും ആശയക്കുഴപ്പത്തിലൊക്കെ. എൻ്റെ കയ്യിൽ അത്രയും പൈസ ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഒരു 3,000 രൂപ. എനിക്ക് നഷ്ടമാണ്, എന്നാലും തരാം. ഓ, 3,000 എങ്കിൽ 3,000. തള്ള. ജീപ്പി വേണ്ട കേട്ടമ്മ. ജീപ്പിയാ? അതെന്ത് സാധനം? ഗോവിന്ദ് പത്മസൂരിയെ? ഓ, തള്ള അപ്ഡേറ്റഡ് അല്ല. കാശ് തന്നാ മതി അമ്മ. നീ ഇവിടെ തന്നെ നിന്നോ, അങ്ങോട്ട് നീങ്ങിന്നോ. ഞാനിപ്പോൾ വരാം. ഓക്കേ. 2,700, 800, 900, 3,000. എന്നാ ഇനി ഇവിടെ അധികം നിന്ന് കറങ്ങണ്ട. ഇവിടെ അടുത്തൊക്കെ പോലീസുകാരുടെ വീടുള്ളതാണ്. പിടിച്ച് തൂക്കി കൊണ്ടുപോകും. പിന്നെ ഈ ഭാഗത്തൊന്നും ആർക്കും കൊടുക്കണ്ട ഈ മോതിരം വേറെ. എൻ്റെ മരുമോള് പ്രത്യേകിച്ച്. അവസാനം മരുമോള് മേടിച്ച് കഴിഞ്ഞാൽ അവസാനം പണി വാളും. എന്താ വേഗം വിട്ടോ, നോക്കണ്ട, തിരിഞ്ഞേ നോക്കണ്ട. പൊയ്ക്കോ പൊയ്ക്കോ. പോയി. ഇനി ഒരു കളി ഞാൻ കളിക്കും. എൻ്റെ അമ്മേ, ഇതാരില്ലെങ്കിലും ഒന്ന് പരീക്ഷിക്കണമല്ല. ഗുഡ് മോർണിംഗ്. ഈ മനുഷ്യനിൽ തന്നെ ആദ്യം പരീക്ഷിച്ചേക്കാം. ആരാണ് ചേട്ടാ ഫോണില്? അതെ, സുകേഷനാണ്. ട്രഷറി പോണ കാര്യേ അവൻ ചോദിക്കായിരുന്നു എന്നാണ് പോണ്ടേന്നൊക്കെ. മോളെ സുഷമേ, നീയില്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. കഞ്ഞിയാ? മുത്ത് കഴിച്ചോ? ഇവിടെ ഉണക്കപ്പുട്ടും കടലക്കറിയായിരുന്നു. അവിടെയോ? ഓ, ആസ്വദിച്ച് തിന്നുണ്ടായിരുന്നല്ലോ. ഉണക്കപ്പുട്ടല്ലേ? ആരാണ് ആരാണ് സുഷമ? ആര്? ഏത് സുഷമ? സുകേശൻ. എടാ ദുഷ്ട, സുകേഷ് എന്ന് പറഞ്ഞ് സേവ് ആക്കിക്കണ സുഷമയാണല്ലേ? എന്റെ പൊന്നു ശശിയല്ലേ, ഏത് സുഷമ എനിക്ക് അറിഞ്ഞും കൂടാ. സുഷമേ, സുകേഷനാണ് ട്രഷറി പോണ കാര്യം. നീ എന്നെ ഇങ്ങനെ സംശയിക്കല്ലേ കേട്ടാ. നിന്നല്ലാണ്ട് വേറൊരാളെ ഞാൻ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. എന്താ നോക്കണേ?
എന്റെ ദൈവമേ, ഒരു കാട്ടുകോഴിനെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്. ഓ എന്താടി എന്താണ് എന്ത് പറ്റി? ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? എന്താണ് എന്തു പറ്റി? എനിക്ക് അറിഞ്ഞൂടെ മോളെ, വെറുതെ ഇന്ന് കരയണുണ്ട്. എന്റെ മുഖത്ത് കുറച്ചേരം നോക്കിയിരുന്നു, പെട്ടെന്നൊരു കരച്ചിലും കരയണുണ്ട്. മനസ്സിലാവണില്ല എന്താന്ന്. വെറുതെ ആ എന്താണമ്മ, എന്താണ് കാര്യം? എടി മോളെ, ഇയാൾക്ക് പല സ്ത്രീകളായിട്ട് ബന്ധമുണ്ട്, എനിക്കത് മനസ്സിലായി. അതെങ്ങനാ? അത് അതെനിക്ക് മനസ്സിലായി. എനിക്ക് പുള്ളിയുടെ മനസ്സ് വായിക്കാൻ അറിയാം. കുറെ നാളായില്ലേ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പുറത്തെ വീട്ടിലെ രമണി വരെയുണ്ട് ആ ലിസ്റ്റില്. അച്ഛനാള് കൊള്ളാല്ല. എന്തൊക്കെയാ പറയണ എനിക്ക് മനസ്സിലാവണില്ല. ഓ, എന്തൊക്കെയായിരുന്നു വലിയ പാരമ്പര്യമുള്ള കുടുംബം. ഇതാണ് പാരമ്പര്യം. അച്ഛാ, ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല അച്ഛൻ്റെന്ന്. ഞാനൊക്കെ കല്യാണം കഴിക്കണത് വരെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ടില്ല, അതറിയോ അമ്മേ? എന്നിട്ടാ അത്രയും നല്ല ഒരു പെണ്ണ് ഇവിടേക്ക് കയറിയോ നീ നശിച്ച വീട്ടിലോട്ട്. എന്റെ ദൈവമേ, എന്റെ മോന്റെ ജീവിതം. എന്താണ് ഇവിടെ? എന്താണ് ഇത്ര ലഹള? ആ ജംഗ്ഷൻ വരെ കേൾക്കാലും നിങ്ങളുടെ തൊള്ള. എന്താടി, എന്താ പ്രശ്നം? എന്താണ് കരയണേ? മോനെ, എനിക്കറിഞ്ഞൂടെ ഏട്ടാ. ദേ വെറുതെ ഇരുന്ന് കരയാണ്. കുറച്ചു നേരമായി. അച്ഛൻ ആരായിട്ടോ ബന്ധങ്ങളുണ്ട്, ഇപ്പോഴും ഈ വയസ്സാം കാലത്തും ബന്ധമുണ്ടെന്നും പറഞ്ഞോണ്ടിരുന്ന് കരയാണ്. എന്തോ സ്വപ്നം കണ്ടാന്ന് തോന്നണു. അമ്മക്ക് ഇത് തന്നെ ഉള്ള ഇത്ര നാളായിട്ട് ഈ സംശയവും അറിയില്ല? മോനെ, ഇത് സത്യമാണ്. എങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാശോ? ഇനി ഇവന്റെ മനസ്സിൽ എന്താന്നാവോ? ഓ, ഓഫീസിൽ നിന്നൊരു സമാധാനം ഈ പണ്ടാറങ്ങൾ തരൂല. ഇവര് രണ്ടിനെയും കൊണ്ടേ പോലെ വൃദ്ധസാനത്തിലാക്കണം. എന്നിട്ട് ഇവരെ ഡൈവോഴ്സും ചെയ്യണം. എന്നിട്ട് സന്യസിക്കാൻ പോണം. എന്താണ് പ്രശ്നം? വട്ടായി എന്നാ തോന്നണേ. അയ്യോ, എന്റെ ഭാര്യക്ക് വട്ടായേ. ഓ, വട്ട് നിങ്ങടാ. എന്തായാലും കാണിക്കട്ടെ. നീ ചായ എടുക്ക്. ഇതിരുന്ന് കരയട്ടെ, വെറുതെ ഇരുന്ന് കരയാണ്. മോളെ, ഒരു ഗ്ലാസ് ചായ അച്ഛനും കൂടി എടുത്തേക്കടി. എന്റെ തമ്പുരാനെ, ഇതെങ്ങനെ ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും? മനസ്സിലാക്കിയ ഈ മോതിരൂരി അവർക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അവര് ഉമ്മ വെച്ചിട്ട് എന്നെ നോക്കിക്കഴിഞ്ഞാല് വേണ്ട 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 വേണ്ട, ഇതാരും അറിയണ്ട. ഈ രഹസ്യം എന്നിലൂടെ തന്നെ മണ്ണിലെരിഞ്ഞു ചേർന്നോട്ടെ. ഈ ചിട്ടി ആർക്ക് വിൽക്കലൊന്നും ഒരു മിനിറ്റ് പറയാം.